ഹായ് ഓൾ, വെൽക്കം ടു വിഷൻ വിക്ടറി യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും ഭയങ്കര കട്ടയ്ക്ക് പഠിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതിയും ഓഗസ്റ്റ് 9-ാം തീയതിയായിട്ടാണ്, 2 ഘട്ടമായിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ എക്സാം സെപ്റ്റംബറിൽ വരുന്നുണ്ട്, അതിനു വേണ്ടി പഠിക്കുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നവരുണ്ട്. അതിനോടൊപ്പം തന്നെ ആര് കൂടിയുണ്ട്? ഇക്കഴിഞ്ഞിടയ്ക്ക് LGSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അതിൽ ഉൾപ്പെടുമെന്ന് കരുതിയിട്ടും ഉൾപ്പെടാൻ പറ്റാതെ പോയ ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഉൾപ്പെടും, നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റി എന്നൊക്കെ കരുതിയിട്ട് അവസാനം റിസൾട്ട് വന്നപ്പോൾ ഉൾപ്പെടാൻ പറ്റാതെ പോയ ഒത്തിരി ആളുകൾ കാണും. അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കാരണം നമ്മൾ പരാജയപ്പെട്ടു, നമ്മൾക്കൊരു പരീക്ഷ കിട്ടിയില്ല, നമ്മൾ തോറ്റുപോയി എന്നൊക്കെ കരുതി നമ്മുടെ പഠിത്തം സ്റ്റക്കാവും, നമുക്ക് സങ്കടം വരും, നമുക്ക് വിഷമം തോന്നും. അതൊക്കെ ഭയങ്കര നാച്ചുറലാണ്. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പഠിത്തം ബ്രേക്ക് ആകും. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്ന് കരുതി നമ്മളങ്ങനെ സ്റ്റക്കായി ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒട്ടുമില്ല. നമ്മൾ നമ്മുടെ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡിഗ്രി ലെവൽ, ചിലരുണ്ടാവും ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവും, 10th ലെവൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ അവർക്ക് യൂണിഫോം തസ്തിക മാത്രം മതിയായിരിക്കും. അവർക്ക് ഇഷ്ടം ഫയർഫോഴ്സിലോ അല്ലെങ്കിൽ എക്സൈസിലോ CPO ഒക്കെ പോലെയുള്ള എക്സാംസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർ കാണും. അപ്പം നമുക്ക് ഇനി ഡിഗ്രി ലെവലിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ള പരീക്ഷയാണ്. നിലവിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള, നമ്മളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ളതാണ്. അപ്പം നമുക്ക് അതിനു വേണ്ടി ഇനി പഠിച്ചു തുടങ്ങാം അല്ലേ? ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാൻ പറ്റാതെ പോയവർ, ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, എല്ലാവരും മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി, പക്ഷേ നമുക്ക് പ്രിലിംസ് പോലും ജയിക്കാനുള്ള മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. സിലബസ് നിലവിൽ വന്നിട്ടില്ല എങ്കിലും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് വെച്ചാണ് ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ക്ലാസ്സുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനു വേണ്ടി പഠിച്ചാലോ അല്ലേ? നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകും, നമ്മൾ തോറ്റു പോയിട്ടുണ്ടാകും, നമുക്ക് സങ്കടം വന്നിട്ടുണ്ടാവും, വിഷമം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എന്നൊക്കെ കരുതി നമ്മൾ സ്റ്റക്കായി ഇരുന്നിട്ട് യാതൊരു കാര്യവും. നമുക്ക് പഠിത്തം റീസ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നാളെ തൊട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പഠിത്തം തുടങ്ങുവാണ്. Day 1 Day 2 അങ്ങനെ ഒരു ബേസിൽ എല്ലാ ദിവസവും ആ ദിവസം എന്തൊക്കെയാണ് പഠിച്ചേ എന്നുള്ള വീഡിയോസ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പം നമ്മുടെ ഒപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എക്സാം ഫോക്കസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കൂടെ കൂടുക. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൊക്കം ഇല്ലാത്തതിൻ്റെയൊക്കെ പേരിൽ യൂണിഫോം തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർ കാണും അല്ലേ? പോലീസിലൊക്കെ ജോലി ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ പൊക്കം ഇല്ല, ഫിസിക്കലി ഫിറ്റ് അല്ല, അങ്ങനെയുള്ളവർക്കുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്കിവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, നമുക്ക് ഉയരത്തിൻ്റെ യാതൊരു മാനദണ്ഡങ്ങളും പറയുന്നില്ല. നമുക്ക് നോർമൽ ഒരു ക്ലറിക്കൽ ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യാം. ജോബിൻ്റെ നേച്ചറും ഏകദേശം അങ്ങനെ തന്നെയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിലാണെങ്കിലും ഒരു ക്ലറിക്കൽ സ്വഭാവം വരുന്നൊരു ജോലിയാണ്. പക്ഷെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാകാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കൂടെ കൂടുക. നമുക്ക് ഒന്നിച്ച് ഇത് പഠിക്കാം. ഈ പരീക്ഷ നോക്കുവാണെങ്കിൽ ഒരിക്കലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് പോലെയോ ഒന്നും ഒത്തിരി വേക്കൻസികളില്ല. നിയമനങ്ങൾ കുറവുള്ളൊരു പരീക്ഷ തന്നെയാണ്. ഒരു 200-നകത്തൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി അഡ്വൈസ് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടത് ഒരു ജോലിയാണ്, നമുക്ക് വേണ്ടത് ഒരു നിയമനമാണ്, ഒരു അഡ്വൈസാണ്, ഒരു അപ്പോയിൻമെൻ്റാണ്. അപ്പം നമുക്ക് വേണ്ട സീറ്റ് അവിടെ ഉണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം, ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിച്ച് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് പഠിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പഠിക്കുന്നത്, ഏതെങ്കിലും പ്രത്യേക ആപ്പ് ഫോളോ ചെയ്യുന്നുണ്ടോ, പ്രത്യേക ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയണം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂടിക്കോ. നമുക്ക് നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാം. നാളെ തൊട്ട് നമ്മുടെ ചാനലിൽ അന്നത്തെ ദിവസം എന്തൊക്കെ പഠിച്ചു, എന്തായിരുന്നു ടൈം ടേബിൾ, ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്തതെന്നുള്ള വീഡിയോസ് വരും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഫോർ വാച്ചിങ്. ഒപ്പം വേണം, കൂടെ വേണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.